ഈ അമ്മാമ്മയുടെ കാലത്തുള്ള കോയിനൊക്കെ സെയിലായി. അറിഞ്ഞായിരുന്നോ? ഇല്ല. 2-3 ദിവസമായി. ഞാൻ അറിഞ്ഞില്ല. നോട്ടിഫിക്കേഷൻ ഇടയ്ക്കൊക്കെ നോക്കണം. ഒരു മണി സാധനം ഇവിടെ നോട്ടെ. ഈ സാധനം മേടിച്ച ആൾക്ക് ഭയങ്കര ലാഭമായി പോയിട്ടോ. കാരണം 1967 കോയിൻസ് ആണ് ഈ കാണുന്നത്. 26, 37 അങ്ങനെയൊക്കെ അടിപൊളി ആന്റിക് ഐറ്റണിക്കാണ്, ബ്രിട്ടീഷ് കോയിനേജുകൾ. സാധനം ചീപ്പ് റേറ്റിനാണ് ഞാൻ കൊടുത്തത്. വേണ്ട ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിടാം. സാധനം മേടിച്ച് പാക്ക് ചെയ്ത് അയക്കാതായാലും അടിപൊളി ഐറ്റം. കിട്ടിയ ആൾക്ക് ഭാഗ്യം. ഗ്ലാസ് കൊണ്ട് ഫ്രെയിം ചെയ്തേക്കണുണ്ടേ. ഇതൊരു ടാസ്ക്കാണ് കേട്ടോ, കറക്റ്റായിട്ട് അയക്കാന്നുള്ളത്. പൊട്ടരുതല്ലേ സാധനം. ഞാനിന്നേ ഇത് പോസ്റ്റ് ചെയ്യാൻ പോയി നടന്നാട്ടാ. പോകുന്ന വഴികളിലെ വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാട്ടാ. പിന്നെ ഒരു ക്രാഫ്റ്റ് സെയിലും ഉണ്ടായി, അതും കാണിച്ചു തരാട്ടാ. ഇത് പാക്ക് ചെയ്ത് അയക്കാനുള്ള ബോക്സേ കറക്റ്റ് സൈസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ബോക്സ് തന്നെ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. 2 ബോക്സും 2 ബബിൾ റാപ്പും വേണം, എന്നാൽ മാത്രമേ സേഫായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തുള്ളൂ. സെയിലായ കോയിൻസേ അയക്കാൻ പോയണ്ട പോസ്റ്റ് ഓഫീസിലേക്ക്. വഴിയിൽ വെച്ചാണ്ട സംഭവം വേണ്ട. അടിപൊളിയല്ലേ? ഈ ഒരു ബ്ലാക്ക് ബെറി ഉണ്ടായി കിടക്കണ, ഇതെല്ലാം സെമിത്തേരിയിലാണ് ഉണ്ടായി കിടക്കണത്. വേണ്ട ഞങ്ങളുടെ അടുത്ത പള്ളിയാണ് ഈ കാണുന്നത്, വമ്പം പള്ളിയാണ് കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ പള്ളിയുടെ ഹാളിൽ ഇതേ ക്രാഫ്റ്റ് സെയിൽ അടക്കണം. കൊള്ളാല്ലേ? അടിപൊളി ഐറ്റംസ് ആണ് വിൽക്കാൻ വെച്ചല്ല. 16-ാം നൂറ്റാണ്ടിൽ എങ്ങോ പണിത മതിലുകളാണ് ഈ കാണുന്നത്. കണ്ട നല്ല വെള്ളാരം കല്ലുകൾ കൊണ്ടുള്ള മതിലുകളാണ് 2 സൈഡുള്ളത്. ഞങ്ങളുടെ അടുത്ത പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. 2 സൈഡും കണ്ട മതിലുകൾ എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ 1 കിലോമീറ്ററോളം നടന്നിട്ട് ഇതേ പോസ്റ്റ് ഓഫീസിലെത്തി സാധനം പോസ്റ്റ് ചെയ്ത് റെസിപ്റ്റും കൈപ്പറ്റിയിട്ടാ. ഇനി അതേ വഴിയിലൂടെ തിരിച്ച് വീട്ടിലേക്കൊരു നടത്തും. ഇതേ ബാക്കിലൊരു ബസ് ഇരിക്കണണ്ട, അത് വേറൊരു കമ്പനിയാണ് കേട്ടോ, ഞങ്ങളുടെ കമ്പനിയല്ല. ഞാൻ ഇന്ന് അയച്ച ഒരു കോയിൻ ഉണ്ടല്ലോ, വെരി ഓൾഡ് കോയിൻസ് ആണ്ടത്. ഞാൻ കളക്ഷൻ വേണ്ടി എടുത്ത് വെച്ചതാ, ചുമ്മാ ഓൺലൈനിൽ ഇട്ടതാ. സാധനം സെയിലായിപ്പോയി. ഇട്ടിട്ട് ഇപ്പോൾ 2 മാസമായി ഓൺലൈനിൽ, ഇതുവരെ ഒന്നും സെയിലായിണ്ടായില്ല. ഇന്ന് കോയിൻസ് പോയപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. കാരണം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കോയിൻസ് ആണത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ശരി എന്നാൽ താങ്ക് യു കേട്ടോ.